നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കുംനാഥനെ സാക്ഷിയാക്കി ഭഗവതിമാർ ഉപചാരം ചൊല്ലി. തൃശൂർ പൂരത്തിന് സമാപനം. തലോരിലെ മൊബൈൽ ഷോപ്പിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കല്ലൂർ അയ്യങ്കോടിൽ റോഡരികിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വട്ടക്കൊട്ടായി സ്വദേശി. ലഹരിക്കടത്തു കേസിൽ വാളയാറിൽ പിടിയിലായ നന്ദിക്കര സ്വദേശിയുടെ വീട്ടിൽ എക്സൈസിന്റെ പരിശോധന. 1 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. ദേശീയപാത ആമ്പല്ലൂരിൽ റോഡരികിൽ സ്ലാബ് തകർന്നതോടെ സാഹസിക യാത്ര നടത്തേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. വാർത്തകൾ വിശദമായി. വടക്കുംനാഥനെ സാക്ഷിയാക്കി ഭഗവതിമാർ ഉപചാരം ചൊല്ലി. തൃശൂർ പൂരത്തിന് സമാപനം. മേളത്തിന് ശേഷം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തെത്തി. ഭഗവതിമാരെ പ്രതിനിധീകരിച്ച് തിരുവമ്പാടി ചന്ദ്രശേഖരനും എറണാകുളം ശിവകുമാറും തുമ്പിക്കൈ ഉയർത്തി പരസ്പരം വണങ്ങി. പൂരപ്പറമ്പിനോട് വിട പറഞ്ഞ് ഭഗവതിമാരുടെ മടക്കം. അടുത്ത പൂരത്തിന് കാണാമെന്ന പ്രതീക്ഷയിൽ ദേശക്കാരും മടങ്ങി. ആഘോഷത്തിന്റെ അവസാന കൂട്ടപ്പൊരിച്ചിലെന്നോണം പകൽ വെടിക്കെട്ട്. ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങ് കാണാനായി ജനസാഗരം എത്തിയിരുന്നു. അടുത്ത വർഷം ഏപ്രിൽ 26-നാണ് പൂരം. തലോർ അഫാത്ത് മൊബൈൽ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങളുടെ മൊബൈൽ മോഷണം നടത്തിയ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നമനട കല്ലൂർ ഊളക്കൽ വീട്ടിൽ 30 വയസ്സുള്ള സെയ്ദ് മൊഹസിനാണ് പിടിയിലായത്. 4-അംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ 31-ന് പുലർച്ചെയാണ് സംസ്ഥാന പാതയോരത്തെ അഫാത്ത് മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ താഴെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റി മോഷണം നടത്തിയത്. 10 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകളാണ് മോഷണം പോയത്. കടയ്ക്കകത്ത് കയറി 2 പേർ ചേർന്ന് ഫോണുകൾ ചാക്കുകളിൽ നിറച്ച് കാറിലാക്കി രക്ഷപ്പെടുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. മോഷണം പോയ ഫോണുകളുടെ IMEI നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുടുക്കിയത്. ഇവർ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ മുൻപ് നടത്തിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. കല്ലൂർ അയ്യങ്കോടിൽ റോഡരികിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വട്ടക്കൊട്ടായി കണ്ണമ്പടത്തി 65 വയസ്സുള്ള കൊച്ചുവറീതെന്ന വർഗീസിനെയാണ് റോഡരികിൽ കാനയോട് ചേർന്ന് ബുധനാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ലഹരിക്കടത്തു കേസിൽ വാളയാറിൽ പിടിയിലായ നന്ദിക്കര സ്വദേശിയുടെ വീട്ടിൽ എക്സൈസിന്റെ പരിശോധന. വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ 1 കിലോ കഞ്ചാവ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. നന്ദിക്കര പറങ്ങോടത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 26 വയസ്സുള്ള ദീക്ഷിതിന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 1 കിലോ MDMA-യുമായി കഴിഞ്ഞ ദിവസമാണ് ഇയാൾ വാളയാറിൽ വെച്ച് പിടിയിലായത്. ദേശീയപാത ആമ്പല്ലൂരിൽ റോഡരികിൽ സ്ലാബ് തകർന്നതോടെ സാഹസിക യാത്ര നടത്തേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഒരേപോലെ അപകട ഭീഷണിയായ തകർന്ന സ്ലാബ് കണ്ടില്ലെന്ന മട്ടിലാണ് അധികൃതർ. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ യാത്രക്കാർക്ക് കടന്നുപോകുവാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ കൂനിന്മേൽ കുരു എന്ന പോലെ യാത്രക്കാരുടെ ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ് തകർന്ന സ്ലാബും. നടക്കുന്നതിനിടയിൽ അല്പം അശ്രദ്ധയുണ്ടായാൽ കുഴിയിൽ വീഴുമെന്നത് ഉറപ്പാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നടുവ് ഒടിയാതെ കിട്ടും. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത് കാരണം റോഡിൽ വാഹനത്തിരക്ക് ഏറെയാണ്.
അതുകൊണ്ട് തന്നെ യാത്രികർ തൊട്ടുമുന്നിൽ എത്തുമ്പോഴാണ് കുഴി ശ്രദ്ധയിൽപ്പെടുന്നത്. ഏറെ വാഹനത്തിരക്ക് അനുഭവപ്പെടുന്ന മേഖലയായതിനാൽ സ്ലാബ് തകർന്നിരിക്കുന്ന ഭാഗത്തുകൂടി സഞ്ചരിക്കാനാവാത്തതിനാൽ റോഡിലേക്ക് ഇറങ്ങി നടക്കാനും കാൽനട യാത്രികർക്ക് സാധിക്കാത്ത സ്ഥിതിയാണ്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് കുഴി കാണാതെ വീഴാനുള്ള സാധ്യത ഏറെയാണ്. സ്ലാബ് പുതുക്കി പണിത് യാത്ര സുഗമമാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും വ്യാഴാഴ്ച നടക്കും. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, രുദ്രാഭിഷേകം, അന്നദാനം എന്നിവയും. രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം, വൈകിട്ട് ദീപാരാധനയും ശ്രീമുരുക കാവടി സെറ്റിന്റെ നേതൃത്വത്തിൽ താലിവരവ് എന്നിവയും ഉണ്ടാകും. ക്ഷേത്രാചാര്യൻ കാരുമാത്ര വിജയൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ 22-ാം വാർഡിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനായി 3 ലെയർ ബയോ ബിന്നുകൾ വിതരണം ചെയ്തു. വീടുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി വേസ്റ്റുകൾ മുതലായവ വലിച്ചെറിയാതെ ബയോ ബിന്നുകളിൽ നിക്ഷേപിച്ച് അതിൽ ഇനോക്കുലം ചേർത്ത് വളമാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള 70 ബിന്നുകളാണ് വാർഡിൽ വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു കല്ലമ്പി വിതരണോദ്ഘാടനം നിർവഹിച്ചു. IRTC കോർഡിനേറ്റർ TM ശിഖാമണി 3 ലെയർ ബയോ ബിന്നിന്റെ ഉപയോഗ രീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഹരിതകർമ്മസേനാംഗം അനു, കുടുംബശ്രീ പ്രവർത്തകരായ ബിന്ദു സുരേഷ്, ദീപ്തി സന്തോഷ്, വാർഡ് വികസന സമിതി അംഗം ലിനോ മൈക്കിൾ, ഷാഫി കല്ലുപറമ്പിൽ, ഭഗവത് സിംഗ് എന്നിവർ സന്നിഹിതരായി. ജൈവ മാലിന്യം നമുക്ക് എങ്ങനെ സംസ്കരിക്കാം? അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യം ഇപ്പോൾ പലർക്കും വീട്ടിലധികം സ്ഥലമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക ചിലപ്പോൾ അത് അടിച്ചുകൂട്ടി നാട്ട് വാഴകടയ്ക്ക് കൊണ്ടുവരും, തെൻകടയ്ക്ക് കൊണ്ടുവരും അല്ലേ? പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 4ാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ CB സുനിത ദേവിയെ KK രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് എന്നിവർ സന്നിഹിതരായി. മെയ് 3, 4 തീയതികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് എറണാകുളത്ത് നടന്ന മത്സരങ്ങളിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മത്സരത്തിൽ 64 കിലോ വിഭാഗത്തിലും പവർ ലിഫ്റ്റിംഗിൽ 63 കിലോ വിഭാഗത്തിലുമാണ് സുനിത മത്സരിച്ചത്. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 77.5 കിലോഗ്രാമും പവർ ലിഫ്റ്റിംഗിൽ ആകെ 242.5 കിലോഗ്രാമും ഉയർത്തിയാണ് ഇരു വിഭാഗങ്ങളും സ്വർണം നേടിയത്. ഇനി ജൂലൈ മാസത്തിൽ കൊല്ലത്ത് നടക്കുന്ന സൗത്ത് ഇന്ത്യൻ മത്സരങ്ങളിലും ഒക്ടോബർ മാസത്തിൽ ബംഗളൂരുവിൽ നടക്കുന്ന ഏഷ്യൻ മത്സരങ്ങളിലും ഇരു വിഭാഗങ്ങളിലും സുനിത മാറ്റുരയ്ക്കും. മറ്റത്തൂർ മന്ദരപ്പള്ളി വട്ടേക്കാട്ടുപറമ്പിൽ രാജേഷിൻ്റെ ഭാര്യയും ചെമ്പുച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമാണ് സുനിത. തൃശൂർ അതിരൂപതയിലെ ഭക്ത സംഘടനയായ ദർശന സഭാ സമൂഹത്തിൻ്റെ പദ്ധതിയായ മരണാനന്തര പരസ്പര സഹായ നിധിക്ക് തുടക്കമായി. ദർശന സഭാ സമൂഹത്തിൽ മരണാന്തര പരസ്പര സഹായ നിധിയിൽ അംഗത്വം സ്വീകരിച്ച ദർശന സഭാ സമൂഹം അമ്മാടം യൂണിറ്റിലെ അന്തരിച്ച അരിമ്പൂര് മാത്തുക്കുട്ടി ദേവസിയുടെ കുടുംബത്തിന് മരണാനന്തര പരസ്പര സഹായ നിധിയിലൂടെ 500,000 രൂപ നൽകി. ദർശന സഭാ സമൂഹം ഡയറക്ടർ റവറന്റ് ഫാദർ പോൾസൺ പാലത്തിങ്കൽ, അമ്മാടം ഇടവക സഹവികാരി ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത്, അതിരൂപത പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, അതിരൂപത വൈസ് പ്രസിഡന്റ് MK ജോഷി, അതിരൂപത സെക്രട്ടറി CC വിൻസെന്റ്, അതിരൂപത ജോയിന്റ് സെക്രട്ടറി ടോമി തോലത്ത്, അതിരൂപത ട്രഷറർ ഹെൻറി ലൂക്കോസ്, അതിരൂപത പ്രതിനിധി PL പോൾ, അമ്മാടം യൂണിറ്റ് പ്രസിഡന്റ് AO ടോണി, മുൻ പ്രസിഡന്റ് റോയ്സൺ പല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ICSE 10ാം ക്ലാസ് പരീക്ഷയിലും ICSE 12ാം ക്ലാസ് പരീക്ഷയിലും വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമിക്ക് മികച്ച വിജയം. ICSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 56 വിദ്യാർത്ഥികളിൽ 27 പേർ 90%, 23 പേർ 80%, 6 പേർ 60% മുകളിൽ മാർക്കുകൾ നേടി. ER ആതിര 98.20%, നിയ റോസ് നിക്സൺ 99%, എംലിറ്റ് ജോസഫ് 97.80%, ലിസ്മരിയ ലിൻഡോ 97.40%, മീര ജയമോഹൻ 97.40% നേടി. ISE 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ 22 വിദ്യാർത്ഥികളിൽ 16 പേർ 90%, 5 പേർ 80%, ഒരാൾ 60% മുകളിൽ മാർക്കുകൾ നേടി.
ടി അരീന സോണി 96%, ആൽഫിയ യേശുദാസ് 96.25%, ആൽവിന റോസ് ജോഷി 95.25%, ശീതൽ പി നായർ 95%, കെ ആദിശങ്കർ 95% നേടി. മാഞ്ഞൂർ BBLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച രാവിലെ 9-ന് സ്കൂളിൽ നടക്കും. ലബോറട്ടറി മേഖലയിൽ ഏറ്റവും കൃത്യതയാർന്നതും ഏറ്റവും ഹൈജീനിക്കുമായ ഹൈജിയ മെഡ് ലബോറട്ടറീസിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ച് കലൂർ പാലക്കപ്പറമ്പിൽ വ്യാഴാഴ്ച കാലത്ത് 10-ന് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം പ്രമാണിച്ച് ആദ്യത്തെ 15 ദിവസം എല്ലാ ടെസ്റ്റുകൾക്കും 25% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ കൃത്യമായ ദന്ത സംരക്ഷണവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള പല്ലുകൾ എന്നത് ആത്മവിശ്വാസത്തിൻ്റെ മാത്രമല്ല, ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിൻ്റെയും കൂടിയുള്ള അടയാളമാണ്. വായയുടെ ആരോഗ്യത്തിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ചുവന്ന് തടിച്ചു വീർത്ത മോണകൾ, ബ്രഷ് ചെയ്യുമ്പോഴുള്ള രക്തസ്രാവം, വായനാറ്റം, മോണ ഇറങ്ങൽ തുടങ്ങിയവയെല്ലാം മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. മിക്ക ദന്തപ്രശ്നങ്ങളും ശരിയായ വൈദ്യസഹായം ഉപയോഗിച്ച് തടയാനും ചികിത്സിക്കാനും കഴിയും. ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം കൊണ്ട് വായ നന്നായി കഴുകണം. ഇങ്ങനെ ചെയ്താൽ പല്ലിലുണ്ടായ ആവരണം നീക്കം ചെയ്യപ്പെട്ടുകൊള്ളും. പല്ലിലെ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് നീക്കം ചെയ്യാൻ ദിവസത്തിൽ 2 തവണ പല്ല് തേക്കുക. കൂടാതെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ലിന്റെ എല്ലാ പ്രതലങ്ങളിലും എത്തത്തക്ക വിധം കുറഞ്ഞത് 2 മിനിറ്റെങ്കിലും പല്ല് തേക്കുക. പതിവായി ദന്തപരിശോധനകൾ നടത്തുന്നത് ഗുരുതരമായ ദന്തപ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. ഇത് ദന്തപ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും. ബലത്തിൽ പല്ല് തേക്കുമ്പോൾ പല്ലിൽ ഉരയിലുണ്ടാവുകയും സെൻസിറ്റിവിറ്റിക്ക് ഇത് കാരണമാവുകയും ചെയ്യും. സോഫ്റ്റ് ബ്രിസിൽ ബ്രഷുകൾ ഉപയോഗിക്കണം. പല്ലു തേക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഫ്ലോസിംഗ്. ടൂത്ത് ബ്രഷിന്റെ കുറ്റിരോമങ്ങൾ എത്താൻ സാധ്യതയില്ലാത്ത പല്ലുകൾക്കിടയിൽ നിന്ന് ഭക്ഷണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഫ്ലോസിംഗ് സഹായിക്കുന്നു. പല്ലുകൊണ്ട് കടിച്ച് ഒന്നും തുറക്കരുത്. പല്ലുകൊണ്ട് എന്തെങ്കിലും തുറക്കാൻ ശ്രമിക്കുന്നത് പല്ലിൽ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. പുകവലി പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തെയും ബാധിക്കാം. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പല്ലിൽ കറ വരുത്തുകയും ചെയ്യും. അതിനാൽ പുകവലി ഉപയോഗം കുറയ്ക്കുക. ഇടയ്ക്കിടെ ഏതെങ്കിലും മൗത്ത് വാഷ് ഉപയോഗിച്ച് വായ വൃത്തിയാക്കുന്നത് വായയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ ഇംഗ്ലീഷ്, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കൊമേഴ്സ്, ഫിസിയോളജി എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. 20-ന് രാവിലെ 9:30-ന് കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിലും ഉച്ചയ്ക്ക് 1:30-ന് ഇലക്ട്രോണിക്സ് വിഷയത്തിലും അഭിമുഖം നടക്കും. മെയ് 21-ന് രാവിലെ 9:30-ന് കൊമേഴ്സ് വിഷയത്തിലും ഉച്ചയ്ക്ക് 1:30-ന് ഇംഗ്ലീഷ് വിഷയത്തിലും മെയ് 22-ന് യഥാക്രമം സൈക്കോളജി വിഷയത്തിലും ഫിസിയോളജി എന്നീ വിഷയങ്ങളിലും അതിഥി അധ്യാപക അഭിമുഖം നടക്കും. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,075 രൂപ, പവന് 72,600 രൂപ. വെണ്ടൂർ ചുങ്കം മാസ്റ്റേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഉടമയും ദുബായ് എമിറേറ്റ്സ് എയർപോർട്ട് മുൻ മാനേജറുമായിരുന്ന വെണ്ടൂർ മഞ്ഞളി MD പോൾ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 3:30-ന് വെണ്ടൂർ സെൻറ് മേരീസ് പള്ളിയിൽ. എൽസ പോളാണ് ഭാര്യ. സിബി, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ ദീപ്തി എന്നിവർ മക്കളും. ജെനി നേരെപ്പറമ്പിൽ, ഡോക്ടർ അനു കാട്ടുകാരൻ, ഡോക്ടർ കിരൺ തളിയത്ത് എന്നിവർ മരുമക്കളുമാണ്. മറ്റത്തൂർക്കുന്ന് ചേരാക്കൽ മാധവൻ ഭാര്യ കല്യാണി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അജയൻ, ഉല്ലാസ്, അനിത എന്നിവർ മക്കളും. ശിവൻ, ജ്യോതി, മരിയ എന്നിവർ മരുമക്കളുമാണ്. കോടാലി മാങ്കുറ്റിപ്പാടം പാലമറ്റം നെറ്റിക്കാടൻ വീട്ടിൽ പോൾ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് 3 മുറി സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ. പരേതയായ ഏലിയയാണ് ഭാര്യ. ഗ്ലോറി, ജോയ്, റോയ്, ജോബി എന്നിവർ മക്കളും. വർഗീസ്, ഷൈനി, ലീന, അനു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കുംനാഥനെ സാക്ഷിയാക്കി ഭഗവതിമാർ ഉപചാരം ചൊല്ലി. തൃശൂർ പൂരത്തിന് സമാപനം.
തലോരിലെ മൊബൈൽ ഷോപ്പിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കല്ലൂർ അയ്യങ്കോടിൽ റോഡരികിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വട്ടക്കൊട്ടായി സ്വദേശി. ലഹരിക്കടത്തു കേസിൽ വാളയാറിൽ പിടിയിലായ നന്ദിക്കര സ്വദേശിയുടെ വീട്ടിൽ എക്സൈസിന്റെ പരിശോധന. 1 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. ദേശീയപാത ആമ്പല്ലൂരിൽ റോഡരികിൽ സ്ലാബ് തകർന്നതോടെ സാഹസിക യാത്ര നടത്തേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.